പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. അഭിഷേക അഗ്നി പ്രോഗ്രാം വലിയൊരു വിടുതലിന്റെ പ്രോഗ്രാം ആയി കർത്താവ് അഭിഷേകം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവ് വലിയ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും നൽകുന്നതായി നിരവധി വ്യക്തികൾ അവരുടെ ഫോൺ സന്ദേശങ്ങളിലൂടെയും കത്തിടപാടുകളിലൂടെയും അച്ഛനെ നിരന്തരം അറിയിക്കുന്നുണ്ട്. അതിൽ ഒരു കത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പാലാ ദേശത്തു നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. ഞങ്ങളുടെ അയൽ വീട്ടിലെ 19 വയസ്സുള്ള ആൺകുട്ടി ഡിസംബർ 28 വീട്ടിൽ നിന്നും ഒളിച്ചോടിപ്പോയി. 31 ഞായറാഴ്ച രാത്രി 8:30 ഷാലോം ടിവിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആരാധനയുടെ സമയത്ത് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ തിരിച്ചു വന്നാൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിലേക്ക് കത്തെഴുതി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് ഞാനും ഭർത്താവും കുട്ടികളും നേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടായി. 2-ാം തീയതി പ്രാർത്ഥിച്ച് 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ 2-ാം തീയതി വീട് വിട്ട് ഓടിപ്പോയ മകനെ കുറിച്ച് ഭവനത്തിലേക്ക് ഫോൺ സന്ദേശം വരികയും ആ മകനെക്കുറിച്ച് ആ മകനെ ഭവനത്തിന് തിരിച്ചു കിട്ടുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വലിയൊരു അത്ഭുതം. അഭിഷേകാഗ്നി പ്രോഗ്രാമിനോട് കൂടെ പ്രാർത്ഥിക്കുകയും യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് ചെയ്തു കൊടുത്ത് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നിടത്ത്, യേശുക്രിസ്തുവിന്റെ തിരുവചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്ന സമയത്ത് ഈ ശുശ്രൂഷയോട് ചേർന്ന് ആത്മാവിൽ ഐക്യപ്പെട്ട് യേശുവിന്റെ നാമം വിളിക്കുന്നവർക്ക് യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിനു വേണ്ടി പിതാവായ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും കൊടുത്ത് വലിയ അനുഗ്രഹത്താൽ നിറയ്ക്കുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ നിമിഷം അത്ഭുതത്തിന്റെ നിമിഷമാകട്ടെ. ഈ നിമിഷം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ, ഈ നിമിഷം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ, ഈ നിമിഷം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങളെ അരൂപിയാൽ നിറയ്ക്കണമേ. അഭിഷേകത്താൽ ജ്വലിപ്പിക്കണമേ. മന്ദതയും മരവിപ്പും ആത്മീയ മടുപ്പും ആത്മീയ ക്ഷീണങ്ങളും ദൈവമക്കളിൽ നിന്ന് വിട്ടുമാറിപ്പോയി ഹൃദയം കത്തി ജ്വലിക്കുന്ന അനുഭവങ്ങൾ നൽകണമേ. ഹൃദയത്തിൽ ആത്മീയ തീഷ്ണത കത്തി പടരട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ബന്ധനങ്ങൾ പൊട്ടിച്ചിതറട്ടെ. വലിയ തിന്മയിലും പൈശാചിക പീഡകളിലും പുതിയ ദുഃഖങ്ങളിലും മനപീഡകളിലും ഹൃദയം അടഞ്ഞിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ദൈവമക്കൾക്ക് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. ലോകമെമ്പാടും രാജകീയമായി ജെറുസലം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന സുദിനമാണിന്ന്. തിരുസഭാ മാതാവ് ഇടവക ദേവാലയങ്ങളിൽ തടിച്ചുകൂടിയ ദൈവമക്കൾക്ക് രാജകീയമായി ജെറുസലം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ചിത്രമാണ് തിരുവചനങ്ങളിലൂടെ നൽകിയത്. പ്രൈസ് ദ ലോർഡ്. ദൈവപുത്രനെ സ്വീകരിക്കുന്നതിൽ അഭിമാനിക്കുന്ന ദൈവജനം, ദൈവപുത്രനെ മഹത്വപ്പെടുത്തി ആരവങ്ങളോടെ സ്വീകരിച്ചാനയിക്കുന്ന ദൈവജനം, ഇത് ദൈവത്തിന് പ്രിയങ്കരമായ ഒരു സംഗതിയത്രേ. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ ഒരു മറുവശമുണ്ട്. സമൂഹങ്ങളിൽ, കുടുംബങ്ങളിൽ, വ്യക്തികളുടെ കൂട്ടായ്മകളിൽ പാപികളെ ബഹുമാനിക്കുന്നത് കർത്താവിന് അനിഷ്ടകരമത്രേ. പ്രൈസ് ദി ലോർഡ്. പാപികളെ ബഹുമാനിക്കുന്നത് കർത്താവിന് അനിഷ്ടകരമത്രേ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 23-ാമത്തെ തിരുലിഖിതം, പാപിയെ ബഹുമാനിക്കുന്നത് നന്നല്ല, പാപിയെ ബഹുമാനിക്കുന്നത് ശരിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ
മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സെയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ഗോഡ്സെക്ക് ദിവ്യ പരിവേഷം കൊടുത്ത്, ആ ഗോഡ്സെക്ക് വലിയ ബഹുമാന സ്ഥാനം കൊടുത്ത് കൊണ്ടു നടക്കുന്ന ആളുകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അത് വലിയ തിന്മയാണ്. വ്യക്തമായി പാപമായ ഒരു കാര്യം ചെയ്തിട്ട് അങ്ങനെയുള്ള വ്യക്തികളെ ബഹുമാനിച്ച് കൊണ്ടു നടക്കുന്നത് ദൈവസന്നിധിയിൽ തിന്മ നിറഞ്ഞ ഒരു സംഗതി അത്രേ. കേരളത്തിന്റെ വടക്ക് ദേശത്ത് ഒരു സ്കൂൾ മാഷിനെ ക്ലാസ്സിലെ കുട്ടികൾ കാണുക വെട്ടിക്കൊല ചെയ്ത ആ കൊലപാതകിക്ക് ഈ കേരളക്കരയിലെ നിയമവാഴ്ചയുടെ പരിണത ഫലമായി ജീവപര്യന്തം അല്ലെങ്കിൽ തടവ് ശിക്ഷ, ജയിൽ ശിക്ഷ നൽകപ്പെട്ടു. ജയിലിൽ നിന്ന് വന്ന ആ വ്യക്തിയെ പലരും ഒരു പുണ്യവാനെ കൊണ്ടു നടക്കുന്നത് പോലെ ബഹുമാനിച്ച് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ട് നടന്ന രംഗങ്ങൾ ഈ കേരളക്കരയിൽ നടന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മ ചെയ്യുന്ന വ്യക്തി ആരായാലും, അത് രാഷ്ട്രീയ അണികളാകട്ടെ, അത് ഇടവക സമൂഹത്തിലെ പ്രമുഖന്മാരാകട്ടെ, അത് കുടുംബത്തിൽ സ്വന്തം മക്കളാകട്ടെ, തിന്മ ചെയ്യുന്നവരെ ബഹുമാനിക്കുന്നത് കർത്താവിന് അനിഷ്ടകരമത്രേ. കർത്താവിന്റെ അംഗീകാരം അങ്ങനെയുള്ള പ്രവർത്തികളിൽ ഇല്ല. നമ്മുടെ പല കുടുംബങ്ങളിലും ഇന്ന് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള തകർച്ചകളുടെ പിന്നിൽ ഇങ്ങനെയുള്ള പാപപ്രവൃത്തിയുടെ ഒരു സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപിയെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി അതിന്റെ പ്രത്യാഘാതം അനുഭവിച്ചേ മതിയാവൂ. ഞാനും നിങ്ങളും പാപിയെ ബഹുമാനിക്കുന്ന സ്വഭാവക്കാരനാണെങ്കിൽ ഒരുപക്ഷെ അവന്റെ പണം കണ്ടിട്ടാകാം, ഒരുപക്ഷെ അവന്റെ സമൂഹത്തിലെ സ്വാധീനം കണ്ടിട്ടാകാം, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ നേതൃത്വ പാടവവും അദ്ദേഹത്തോട് ചേർന്ന് നിന്നുള്ള ഗുണഗണങ്ങളും കണ്ടിട്ടാകാം. ഞാനും നിങ്ങളും പാപിയെ ബഹുമാനിക്കുന്ന സ്വഭാവക്കാരനാണെങ്കിൽ ദൈവത്തിന്റെ വചനം ജെറമിയായുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 14-15 തിരുലിഖിതങ്ങളിൽ പഠിപ്പിക്കുന്നു, കാഞ്ഞിരം തിന്നുന്ന ദിനങ്ങൾ വരും. കാഞ്ഞിരം തിന്ന് വിഷം കുടിച്ച് നാശത്തിന്റെ മേൽ നാശം അനുഭവിക്കുന്ന ദിവസങ്ങളും കാലങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവവചനത്തിൽ നിന്ന് ആ ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. ജെറുസലേമിലെ പ്രവാചകന്മാരുടെ ഇടയിൽ ഭയാനകമായ ഒരു കാര്യം ഞാൻ കണ്ടു. ആരും ദുഷ്ടത ഉപേക്ഷിക്കാതിരിക്കത്തക്ക വിധം അവർ ദുഷ്ടരെ പിന്താങ്ങുന്നു. അവർ എനിക്ക് സോദോം പോലെയാണ്, അവിടുത്തെ നിവാസികൾ ഗൊമോറ പോലെയും. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പ്രവാചകന്മാരെ കുറിച്ച് അരുളി ചെയ്യുന്നു, അവരെ ഞാൻ കാഞ്ഞിരം തീറ്റും, അവരെ ഞാൻ വിഷം കുടിപ്പിക്കും. എന്തെന്നാൽ ജെറുസലേമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, പാപിയെ പിന്താങ്ങുന്നത്, പാപകരമായ മാർഗത്തിൽ നടന്നിട്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടായ്മകളിലും അഗ്രസ്ഥാനം കൊടുക്കുന്നത് വലിയ ഗൗരവമേറിയ ഒരു തെറ്റാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊള്ളപ്പലിശക്കാരനെയും ലഹരി വസ്തുക്കൾ വിപണനം നടത്തുന്നവരെയും തട്ടിപ്പറിക്കാരെയും വെട്ടിപ്പുകാരെയും പൂഴ്ത്തിവെപ്പുകാരെയും പലതരത്തിലുള്ള വെറിക്കൂത്തുകളിൽ മുഴുകി നടക്കുന്നവരെയും മദ്യപന്മാരെയും അങ്ങനെയുള്ളവരെ നമ്മുടെ സഭാ സമൂഹങ്ങളിൽ, സഭാ സമ്മേളനങ്ങളിൽ, കൂട്ടായ്മകളിൽ, ഭവനത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് പൂമാലയിട്ട് കൊണ്ടു നടക്കരുത്. അത് ദൈവത്തിന്റെ ഭവനത്തിന് ചേർന്ന ഒരു പ്രവൃത്തിയല്ല. അങ്ങനെ ഞാനും നിങ്ങൾ പ്രവർത്തിച്ചാൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു സഭാ സമൂഹത്തിന്റെ നേതാവ് എന്ന നിലയിൽ, ഒരു ഇടവകയുടെ തലവൻ എന്ന നിലയിൽ, ഒരു കൂട്ടായ്മയുടെ അധിപൻ എന്ന നിലയിൽ ഞാനും നിങ്ങളും പാപ വെറിക്കൂത്തുകളിൽ പൂണ്ടു കിടക്കുന്നവരെ, ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭൗതിക നന്മയുടെ പേരിൽ അദ്ദേഹത്തെ ഒന്നാം സ്ഥാനത്ത് പൂമാലയിട്ട് കൊണ്ടു നടന്നാൽ ദൈവവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്, അങ്ങനെയുള്ള സമൂഹങ്ങളും ആ തലവന്റെ കീഴിലുള്ള ആ കുടുംബങ്ങൾ, ആ വ്യക്തികൾ എനിക്ക് സോദോം പോലെയും ഗൊമോറ ജനം പോലെയും അത്രേ. അഗ്നിയും ഗന്ധകവും വർഷിക്കപ്പെട്ട് നശിപ്പിക്കപ്പെടാൻ നാശം പ്രഖ്യാപിക്കപ്പെട്ട പട്ടണങ്ങളാണ് സോദോം ഗൊമോറ പട്ടണങ്ങൾ.
നാശം പ്രഖ്യാപിക്കപ്പെട്ട കുടുംബങ്ങളാണത്. നാശം പ്രഖ്യാപിക്കപ്പെട്ട സമൂഹങ്ങളാണത്. ദൈവം വിട്ടൊഴിഞ്ഞു പോയ ഒരു ഇടവും ദൈവം വിട്ടൊഴിഞ്ഞു പോയ ഇടവകയുമാണ് അതെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു സമൂഹത്തിൽ പാപിയെ അഗ്രഗണ്യ സ്ഥാനം നൽകി പൂമാലയിട്ട് കൊണ്ട് നടക്കുമ്പോൾ ദൈവം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ആ സമൂഹത്തെ വിട്ടുമാറിപ്പോകുന്നു. ദൈവത്തിന്റെ അഭിഷേകം ആ വ്യക്തിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജെറമ്യായുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: കർത്താവിന്റെ വാക്കിനെ പുച്ഛിച്ച് തള്ളുന്നവരോട് നിങ്ങൾക്കെല്ലാം നന്മയായിരിക്കുമെന്ന് അവർ നിരന്തരം പറയുന്നു. തങ്ങളുടെ മനോഗതങ്ങളെ മർക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവരോട് നിങ്ങൾക്ക് യാതൊരു തിന്മയും വരികയില്ല എന്ന് അവർ പറയുന്നു. എന്തിനാണ് ഇങ്ങനെയുള്ള പാപികളെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടു നടക്കുന്നത്? ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, അവർ ജഡമാണ്, ആത്മാവല്ല. അവർ ജഡമാണ്, ആത്മാവല്ല. നിങ്ങൾ ഈജിപ്തിലെ ഭരണാധിപന്മാരെയും നിങ്ങൾ ഈജിപ്തിലെ കുതിരകളെയും ആശ്രയം വെക്കരുത്. അവർ ജഡമാണ്, ആത്മാവല്ല. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഈ ലോകത്തിൽ പ്രത്യാശ വെക്കാൻ ഒരു ഉചിതമായ സ്ഥാനമായി പാപത്തിൽ നടക്കുന്നവരെ നിങ്ങൾ കാണരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാജാവ്, നാളെ ജഡം. ഹല്ലേലൂയ. ഇന്ന് രാജാവ്, നാളെ ജഡം. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വഞ്ചിതരാകരുത്. ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഈ പാപ സ്വഭാവത്തിൽ നിങ്ങൾ വീഴരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു കുടുംബ തലവൻ എന്ന നിലയിൽ നിങ്ങളുടെ മക്കളെ താക്കീത് ചെയ്യേണ്ട സമയത്ത് താക്കീത് ചെയ്യണം. നിങ്ങളുടെ മക്കൾ പാപ വെറുക്കൂത്തുകളിൽ മുഴുകി നടക്കുമ്പോൾ, സഭാ സമ്മേളനങ്ങൾ ഉപേക്ഷിച്ച് നടക്കുമ്പോൾ, ദൈവാരാധന ഉപേക്ഷിച്ച് പേക്കൂത്തുകൾക്ക് വേണ്ടി, കുത്തഴിഞ്ഞ ജീവിതത്തിന് വേണ്ടി ക്ലബ്ബുകളിലേക്കും കൂത്താട്ടങ്ങളിലേക്കും പോകുമ്പോൾ, നിങ്ങളുടെ മക്കൾ ഗുണ്ടായിസവും വെട്ടിക്കുത്തും കൊലപാതകങ്ങളിലേക്കും പോകുമ്പോൾ, അവരെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പൂജ്യ സ്ഥാനം കൊടുത്ത്, ബഹുമാന്യ സ്ഥാനം കൊടുത്ത് തിന്മയെ പ്രോത്സാഹിപ്പിക്കരുത്. ഒരുപക്ഷെ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് ഈ ഗുണ്ടായിസം ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ അണികളുടെയും ഈ ഗുണ്ടായിസം നിങ്ങൾക്ക് ഒരുപാട് പിന്തുണയാകുന്നുണ്ടാകാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊരു തലവൻ എന്ന നിലയ്ക്ക്, ഒരു പാർട്ടിയുടെ തലവനാകട്ടെ, ഒരു ഇടവകയുടെ തലവനാകട്ടെ, ഒരു കുടുംബത്തിന്റെ തലവനാകട്ടെ, ഒരു സമൂഹത്തിന്റെ അധിപനാകട്ടെ, നിങ്ങളുടെ അണികൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ സമുദായ അംഗങ്ങൾ തിന്മ ചെയ്യുമ്പോൾ ആരും തിന്മ ഉപേക്ഷിക്കാതിരിക്കത്തക്ക വിധം തിന്മയെ നിങ്ങൾ പിന്തുണയ്ക്കരുത്. തങ്ങളുടെ മനോഗതങ്ങളെ മർക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവരോട് നിങ്ങൾ ചെയ്യുന്നത് പാപമാണ്, തെറ്റാണ്, ഇതിന്റെ മേൽ ദൈവത്തിന്റെ അംഗീകാരമില്ല എന്ന് താക്കീത് കൊടുക്കാൻ നിങ്ങൾക്ക് കടമയുണ്ട്. നിങ്ങൾ പാപിയെ ബഹുമാനിക്കരുത്, പാപിയെ ശാസിക്കുക. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റിലും കാണുന്ന കാഴ്ച എന്താണ്? സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം, സങ്കീർത്തനം 12:8, മനുഷ്യപുത്രരുടെ ഇടയിൽ നീചത്വം ആദരിക്കപ്പെടുന്നു. മനുഷ്യപുത്രരുടെ ഇടയിൽ നീചത്വം ആദരിക്കപ്പെടുന്നു. നീചമായ മാർഗത്തിലൂടെ നടക്കുന്നവര് നമ്മുടെ ആളുകളാണെങ്കിൽ അവരെ പിന്തുണയ്ക്കുക. നീചമായ മാർഗത്തിൽ നടക്കുമ്പോൾ നമ്മുടെ മക്കളാണെങ്കിൽ അവരെ പിന്തുണയ്ക്കുക. നീചമായ മാർഗത്തിൽ നടക്കുമ്പോൾ നമ്മുടെ സഭയിൽപ്പെട്ടവരാണെങ്കിൽ അവരെ പിന്തുണയ്ക്കുക. നീചമായ മാർഗത്തിൽ നടക്കുമ്പോൾ നമ്മുടെ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിൽ അവരെ പിന്തുണയ്ക്കുക. അത് ദൈവത്തിന്റെ കോപം വിളിച്ചു വരുത്തുന്ന ഒരു സംഗതി അത്രേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 50-ാം അധ്യായം 18-ാം വാക്യം, കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുചേരും, വ്യഭിചാരിയെ കണ്ടാൽ നീ അവനോട് ചെങ്ങാത്തം കൂടുന്നു, നിനക്ക് എല്ലാ അപ്പവും രുചിക്കുന്നു. അങ്ങനെയുള്ളവരോട് ദൈവം വിശുദ്ധ ലിഖിതങ്ങളോട് പറയുന്നൊരു കാര്യം ഇതാണ്: എന്റെ നിയമങ്ങളെ കുറിച്ച് ഉരിയാടാനോ എന്റെ ഉടമ്പടികളെ കുറിച്ച് സംസാരിക്കാനോ നിനക്ക് എന്ത് കാര്യം? എന്താ നിന്നെ പോലെയാണ് ഞാനും എന്ന് നീ കരുതിയോ? തോബിത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 11 മുതൽ 14 വരെ വാക്യങ്ങൾ. നീതിമാനായ തോബിത്ത്, ദൈവമാർഗത്തിൽ നടക്കുന്നതിൽ അഭിമാനം കൊണ്ടിരുന്ന തോബിത്ത്, ദൈവവചനപ്രകാരം ജീവിച്ച് ജീവിതത്തിൽ ഒരുപാട് ഞെരുക്കവും ക്ലേശവും ഒക്കെ വന്നെങ്കിലും ആവേശം ജ്വലിച്ചിരുന്ന തോബിത്തിന്റെ ഹൃദയം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ഞെരുക്കം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു.
എങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള രോഗക്ഷീണങ്ങൾ ഉണ്ടായിരുന്നു. കണ്ണിന്റെ കാഴ്ചശക്തി രണ്ടും പോയിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം തിളങ്ങിയിരുന്നു. അങ്ങനെ ആവേശോജ്വലമായി കർത്താവിനോട് ചേർന്ന് ജീവിച്ചു വരവേ ഒരു ദിവസം ഭവനത്തിൽ ആട്ടിൻകുട്ടിയുടെ നിലവിളി കേട്ടു. അതിന് കാരണം തോബിത്തിന്റെ ഭാര്യ അന്ന സ്ത്രീകൾക്ക് വശമായ കൈത്തൊഴിലുകൾ ചെയ്ത് ഉപജീവന മാർഗം സമ്പാദിച്ചിരുന്നു. അങ്ങനെ തോബിത്തിന്റെ ഭാര്യ അന്ന കൈത്തൊഴിൽ ചെയ്ത് ഉടമസ്ഥന്മാർക്ക് ഓരോ വസ്തുവകൾ ഉണ്ടാക്കി കൊടുത്ത് അതിന് കിട്ടുന്ന തുച്ഛമായ പ്രതിഫലവുമായി വന്നാണ് കുടുംബം നടത്തിയിരുന്നത്. ഒരു ദിവസം തോബിത്തിന്റെ ഭാര്യ കൈത്തൊഴിൽ ചെയ്ത് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആ ഉടമസ്ഥൻ സംപ്രീതനായി പ്രതിഫലത്തോടൊപ്പം ഒരു ആട്ടിൻകുട്ടിയെയും സമ്മാനമായി കൊടുത്തു. ആ ആട്ടിൻകുട്ടിയുമായി തോബിത്തിന്റെ ഭാര്യ തോബിത്തിന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ തോബിത്ത് വ്യസനത്തോടെ ചോദിച്ചൊരു സംഗതിയുണ്ട്. ഞാൻ ഈ കേൾക്കുന്ന ആട്ടിൻകുട്ടിയുടെ കരച്ചിലിന്റെ അർത്ഥം എന്താണ്? ഈ ആട്ടിൻകുട്ടി എവിടുന്ന് കിട്ടി? ഈ ആട്ടിൻകുട്ടി നീ കട്ടെടുത്തതല്ലേ? ഈ ആട്ടിൻകുട്ടി നീ കട്ടെടുത്തതല്ലേ? ആ ആട്ടിൻകുട്ടിയെ കട്ടെടുത്തതാണെന്ന ധാരണയിൽ തോബിത്ത് ഭക്ഷണവും പാനീയവും ഉപേക്ഷിച്ച് അവിടെ വ്യസനത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നു. ഭാര്യയെ തോബിത്ത് ശാസിച്ചു. ഭാര്യ പറഞ്ഞു, ചേട്ടാ, ഞാൻ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ പ്രതിഫലം തന്നതോടൊപ്പം തന്നെ സംപ്രീതനായ ഉടമസ്ഥൻ ഒരു സമ്മാനമായിട്ട് തന്ന ആട്ടിൻകുട്ടിയാണിത്. ഈ ആട്ടിൻകുട്ടിയെ കട്ടെടുത്തതല്ല, അത് നീതിപൂർവമായ വഴികളിലൂടെ വന്ന മുതലാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് തോബിത്ത് ഭക്ഷണവും പാനീയവും ആ ഭവനത്തിൽ നിന്ന് സ്വീകരിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ഭാര്യ എന്ന് വിചാരിച്ച് ഭാര്യയുടെ നടപ്പിനെ 100% അംഗീകരിച്ചിരുന്നില്ല. ദൈവവചന പ്രകാരം അല്ലാത്തൊരു വഴിയിൽ ഒരു സമ്പത്ത് വീട്ടിലേക്ക് വന്നാൽ, ദൈവവചന പ്രകാരം അല്ലാത്ത വഴിയിൽ ഒരു നേട്ടം വീട്ടിലുണ്ടായാൽ അതിൽ സന്തോഷിക്കുന്നവനായിരുന്നില്ല തോബിത്ത്. അദ്ദേഹം അസ്വസ്ഥനായിരുന്നു, അദ്ദേഹം ഭയചകിതനായിരുന്നു. അദ്ദേഹം ഭക്ഷണവും പാനീയവും ഉപേക്ഷിച്ച് വേദനയോടെ ആ വീട്ടിലിരുന്നു. ഇത് മോഷ്ടിച്ചതല്ല എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് അദ്ദേഹം ജലപാനീയങ്ങൾ അവിടെ നിന്ന് സ്വീകരിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപിയെ ബഹുമാനിക്കുന്നത് ശരിയല്ല. അത് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും സ്വന്തം ഇടവകയിൽപ്പെട്ടവരാണെങ്കിലും സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും പാപത്തെ, അവരുടെ പാപമാർഗത്തെ വെളിപ്പെടുത്തി അവരെ അതിൽ നിന്ന് തിരിപ്പിക്കാൻ തക്കവിധം പാപത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീതിപൂർവമായ വഴികളിലേക്ക് അവിടുന്ന് തിരിക്കണമേ. ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പൗരുഷം തരണമേ. ഞങ്ങൾ പാപത്തിൽ കൂടിക്കുഴഞ്ഞ് പാപത്തിൽ അടിമപ്പെട്ട് പാപത്തോട് കൂട്ടുകൂടി ജീവിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ വേർപ്പെടുത്തണമേ, ഞങ്ങളെ വ്യത്യാസപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ദൈവവചനപ്രകാരമുള്ള ജീവിതത്തിൽ അഭിമാനം തരണമേ. പാപിയെ ബഹുമാനിക്കാതെ പാപിയെ ശാസിച്ചും പാപത്തോട് വേർപെട്ടും പാപമാർഗത്തിൽ നടക്കുന്നതിനെ ഓർത്ത് ലജ്ജിക്കാൻ തക്കവിധം ഞങ്ങൾക്ക് പാപത്തോട് വേർപാട് തരണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പാപിയെ ബഹുമാനിക്കാതെ, നീചത്വത്തെ ആദരിക്കാതെ, നീചത്വത്തിന്റെ മാർഗത്തിലൂടെ നടക്കുന്നവരെ ആദരിക്കാതെ അവരെ ശാസിക്കാനും അവരോട് വേർപെട്ടിരിക്കാനും അവരെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തക്കവിധം ആത്മീയ പൗരുഷത്തോടെ ഇടപെടാനും തക്കവിധം പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. തിരുവൾത്താരയിൽ ഞങ്ങൾ അണയുന്നു നിൻ സന്നിധിയിൽ. ആരാധനാസ്തുതി യേശുവേ, ആത്മാവിനാനന്ദദായക.
തിരുവൾ താരയിൽ ഞങ്ങൾ അണയുന്നു നിൻ സന്നിധിയിൽ. ആരാധനാസ്തുതി യേശുവേ, ആത്മാവിനാനന്ദദായക. യേശുവേ, കരുണയോടെ കരങ്ങൾ നീട്ടി ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മകനെയും മകളെയും അവിടുന്ന് തൊടണമേ. രോഗികളായിരിക്കുന്ന, കണ്ണുനീരിൽ കുതിർന്ന് വേദനിക്കുന്ന, സങ്കടത്തോടെ നിലവിളിക്കുന്ന, ഒരുപാട് ഭാരത്തോടെ സങ്കടപ്പെടുന്ന ഓരോ മകനെയും ഓരോ മകളെയും യേശുവേ യേശുവേ അവിടുന്ന് ഇപ്പോൾ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് യേശുവിനെ നാമം വിളിക്കുക. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവെ, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിലേക്ക് അത്ഭുത ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് അത്ഭുത ശക്തി ഇപ്പോൾ കൊടുക്കട്ടെ. കരഞ്ഞ് നിലവിളിച്ചപേക്ഷിക്കുന്ന ഓരോ മകനെയും മകളെയും ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്ത് അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വിടുതലും വ്യത്യാസവും കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപമാർഗത്തിൽ നടക്കുന്നവരെ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. കർത്താവേ, തെറ്റിലേക്ക് വഴുതിപ്പോയവർ നീതിമാന്മാരുടെ വേഗത്തിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അണയുന്നു നിൻ സന്നിധിയിൽ. ആരാധനാസ്തുതി യേശുവേ, ആത്മാവിനാനന്ദദായക. ഞാൻ നവംബർ മാസം 5-ാം തീയതി മുതൽ ഹാർട്ടിന്റെ വാൽവിന് ബ്ലോക്കായിട്ട് ചികിത്സയിലായിരുന്നു. ശബ്ദിക്കാനോ ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന ഉടനെ കയറി കിടക്കും, മരുന്നുമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ നിന്ന് മൂവാറ്റൂരിൽ നിന്ന് തിരിച്ചിട്ട് ഈ നിമിഷം വരെ എനിക്ക് എത്രമാത്രം ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനുള്ള സാധിക്കുന്നു, അത്രയും ഉച്ചത്തിൽ എനിക്ക് സ്തുതിക്കാൻ സാധിക്കുന്നുണ്ട്. ശബ്ദത്തിന് എന്തായിരുന്നു ബുദ്ധിമുട്ട്? വോക്കൽ കോഡിന് അടഞ്ഞിരിക്കുകയായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? ഹാർട്ടിന്റെ വാൽവിന് ബ്ലോക്ക് ആയിരുന്നു. വോക്കൽ കോഡിന് എന്തായിരുന്നു പ്രശ്നം? ഇല്ല. ഈ ശബ്ദത്തിന് എന്തായിരുന്നു പ്രശ്നം? ശബ്ദിക്കാൻ പാടില്ലായിരുന്നു. ഇത് അടഞ്ഞിരിക്കുകയായിരുന്നോ? അതെ. ഈ വോക്കൽ കോഡ് ശബ്ദം ഉണ്ടാക്കുന്ന ആ കുഴല് അടഞ്ഞിരിക്കുകയായിരുന്നോ? അപ്പോഴോ ഇപ്പൊ എത്ര ശബ്ദത്തില് വേണമെങ്കിലും ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആ ശക്തി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയ്യടിച്ച് സ്വയമാക്കപ്പെടുന്ന ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ, സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678589. ഫോൺ 04924253333 ആൻഡ് 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org.